ചെഗുവരയുടെ ചിത്രം പ്രദർശിപ്പിച്ച് നടക്കുന്ന ഡിവൈഎഫ്ഐ അടക്കം പഠിച്ചിട്ടില്ലാത്തൊരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇദ്ദേഹം ഈ അധികാരത്തിൻ്റെ ഈ ശീതളഛായ സുഖസൗകര്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ബൊളീവിയൻ കാടുകളിൽ ഗറില്ല യുദ്ധത്തിന് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ ത്യാഗമാണ്. ജീവിതത്തിൻ്റെ വളരെ ഭൗതികമായിട്ടുള്ള ജീവിത സുഖസൗകര്യങ്ങളൊക്കെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് ഗറില്ല യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉപവാസ സമരം സാധാരണ സമരം പോലെ അല്ലല്ലോ. ഏത് സമയത്തും വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞ് വന്ന് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വിപ്ലവ മുറയാണത് ഗറില്ല യുദ്ധ മുറ എന്ന് വാർഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരമൊരു ഒരു ചരിത്രമാണ് ചെഗുവരക്കുള്ളത്. ഈ ചെഗുവരയുടെ ചിത്രം ഇവിടെ ഡിവൈഎഫ്ഐക്കാർ ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് ഡിവൈഎഫ്ഐയുടെ അതിക്രമത്തോടുള്ള എതിർപ്പും വെറുപ്പുമൊക്കെ ഉണ്ട്, അത് ശരിയാണ്. പക്ഷെ അത്തരം ആളുകൾ ഈ ചിത്രം ഉപയോഗിച്ചതുകൊണ്ട് ചെഗുവരയെ വേറെ രീതിയിൽ കാണുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെഗുവരയെ പലരും പല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയതും ഞാൻ പഠിച്ചതും എനിക്ക് കിട്ടിയ ചരിത്രബോധത്തിൽ നിന്ന് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെഗുവരയെ ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് ഒരു 20 വർഷം മുമ്പ് യുവമോർച്ചയുടെ പഠന ക്യാമ്പുകളിലൊക്കെ പല കാര്യങ്ങളും പല വിഷയങ്ങളും സംസാരിക്കുന്ന കൂട്ടത്തിൽ ചെഗുവരയുടെ ജീവിത ചരിത്രം പഠിക്കണമെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. 10-20 വർഷമായി ഇത്. അന്നൊന്നും അത് ഒരു വിവാദപരമായ നിലയിലേക്ക് അത് ഉയർന്നു വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അന്നത്തെ സാഹചര്യം ഇന്നത്തെ സാഹചര്യം തമ്മിൽ വ്യത്യാസമുണ്ട്. സാഹചര്യത്തിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ അത്രയേ അതിൻ്റെ അർത്ഥമുള്ളൂ. ആളുകളെ വിലയിരുത്തുന്നതിൽ മനസ്സിലാക്കുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീക്ഷണം വെച്ച് പുലർത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്നത്.